കേരളത്തെ തകർത്തെറിഞ്ഞ പ്രളയത്തിന് 100 വയസ്സ് തികയുന്ന വേളയിൽ 2 പ്രളയങ്ങൾക്ക് സാക്ഷിയായ തറവാട് ഇന്നും തലയെടുപ്പോടെ. ആലുവയിലെ പറമ്പയത്തെ എളമന വീട്ടിലാണ് 2 പ്രളയങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് 99-ലെ പ്രളയം എന്നറിയപ്പെടുന്ന 1924-ലെ പ്രളയവും, 2 ഇന്നത്തെ തലമുറ സാക്ഷിയായ 2018-ലെ പ്രളയവും. നൂറ്റാണ്ടുകളുടെ പഴമയേൽക്കാതെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ വീട് പൊളിക്കാതെ സംരക്ഷിക്കാനാണ് വീട്ടിലെ പിൻതലമുറക്കാരനായ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ AK സെയ്ദ് മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. 2 ശതാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും പുതുമയോടെ നിലനിൽക്കുന്ന ആലുവ പറമ്പയത്തെ എളമനെ വീട്ടിലാണ് 2 പ്രളയങ്ങൾ കയറിയിറങ്ങിയിട്ടുള്ളത്. ഒന്ന് 99-ലെ പ്രളയം എന്നറിയപ്പെടുന്ന 1924-ലെ പ്രളയവും, 2 ഇന്നത്തെ തലമുറ സാക്ഷിയായ 2018-ലെ പ്രളയവുമാണ്. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ AK സെയ്ദ് മുഹമ്മദാണ് ഈ വീട്ടിലെ പിൻതലമുറക്കാരൻ. അദ്ദേഹത്തിന്റെ പിതാവ് പകർന്നു നൽകിയ ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ട്. നിർത്താതെ പെയ്ത പേമാരിയുടെ ദിനങ്ങളെക്കുറിച്ചും പെരിയാർ കരകവിഞ്ഞൊഴുകുന്നുവെന്ന വിവരമറിഞ്ഞ് വള്ളവുമായി കാത്തിരിക്കുന്നതുമെല്ലാം പിതാവ് പങ്കുവച്ചിട്ടുണ്ടെന്ന് AK സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. ഡയറക്റ്റ് അറിവാണ് എനിക്കുള്ളത്. ആപ്പയമ്മയും പറഞ്ഞിട്ടില്ല. അവര് ഈ 1924, അതായത് 99-ലെ വെള്ളത്തിന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അവിടെ ആ ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടം വരെയും വെള്ളം എത്തി. അപ്പോൾ അതേവരെ അവരിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വലിയ കെട്ടുവള്ളം ഒരെണ്ണം കൊണ്ടുവന്ന് അതിൻ്റെ തുഴക്കാരനും ഇവിടെ സ്റ്റേ ചെയ്യിച്ചിട്ടുണ്ട്. ഇനി വെള്ളം പൊങ്ങിയാൽ അതിൽ കയറി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ വന്നിട്ട് വെള്ളം അവിടെ നിന്ന് ആ വാട്ടർ ലെവല് അവിടെ അന്ന് ഇങ്ങനെ സിമെൻറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വാട്ടർ ലെവലാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടത്. ഞാനവിടെ അത് ടൈലിട്ടപ്പോൾ ആ വാട്ടർ ലെവല് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇടേണ്ട വന്നുകൊണ്ടാണ് അത് ഇതാക്കിയത്. 2018-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ അതിൻ്റെ 1 അടി 8 ഇഞ്ച് താഴെ വരെയാണ് വന്നത്. 1 അടി 8 ഇഞ്ച് താഴെ വന്നുള്ളൂ. 99-ലെ വെള്ളമാണ് ഏറ്റവും വലിയ വെള്ളം. 18-ൽ ഇവിടെ ഈ ബിൽഡിങ്ങിൽ കുറവായിരുന്നു. പ്രളയശേഷം ഈ കെട്ടിടത്തിൽ സിമന്റിൽ രേഖപ്പെടുത്തിയ പ്രളയ അടയാളം പിന്നീട് വീട് നവീകരിച്ചപ്പോൾ ടൈലിലേക്ക് മാറ്റി. ഇനിയൊരിക്കലും ഉണ്ടാകില്ലെന്ന് കരുതിയ പ്രളയത്തിന് വീണ്ടും സാക്ഷിയാകേണ്ടി വന്നപ്പോൾ അതും ഈ വീട്ടിൽ രേഖപ്പെടുത്തി. എന്നാൽ 99-ലെ പ്രളയത്തിനേക്കാൾ 1 അടിയാൽ താഴെ മാത്രമാണ് 2018-ൽ വെള്ളമെത്തിയത്. 2 പ്രളയങ്ങൾ കണ്ടിട്ടും ഇളകാത്ത ഈ വീട് പൊളിക്കാതെ സംരക്ഷിക്കാൻ തന്നെയാണ് AK സെയ്ദ് മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. 99-ലെ വെള്ളം പോലും വന്നിട്ട് യാതൊരു അനക്കവും പറ്റാതെ നിന്ന ഒരു സ്ട്രക്ചറാണ് ഈ കെട്ടിടത്തിൻ്റെ ഈ ഭിത്തിക്കനം എന്ന് പറയുന്നത് 2.5 അടിയാണ്. 2.5 അടിക്ക് കല്ല് വെച്ച് കെട്ടിയാണ് പോയിട്ടുള്ളത്. ഉപ്പായിട്ട് ഒന്നും ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് തേച്ചിട്ടൊക്കെ ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് ഇതൊക്കെ വെച്ച് തേച്ചു. ഞാനൊരു ഇത്തിരിയും കൂടിയൊക്കെ ഒന്ന് എനിക്ക് ശരിയാക്കി ഈ പഴയ ഒരു കെട്ടിടം ഇതെന്നുള്ള നിലയ്ക്ക് അത് അതേപടി നിലനിർത്തണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.